വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് HSA സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. HSA സോഷ്യൽ സയൻസ് സിലബസിലെ ബി പാർട്ടിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ വേൾഡ് ഹിസ്റ്ററിയിലുള്ള ഫ്രഞ്ച് വിപ്ലവം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായ വിപ്ലവം അമേരിക്കൻ വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ബൂർബൺ രാജവംശം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ബൂർബൺ രാജവംശം. ബൂർബൺ രാജവംശത്തിലെ പ്രധാന ചക്രവർത്തിമാരായിരുന്നു ലൂയി 14, ലൂയി 15, ലൂയി 16. യൂറോപ്പിലെ ഗ്രാൻഡ് മൊണാർക്ക് എന്നറിയപ്പെടുന്ന ചക്രവർത്തി ലൂയി 14 യൂറോപ്പിലെ ഗ്രാൻഡ് മൊണാർക്ക് എന്നറിയപ്പെട്ടിരുന്ന ചക്രവർത്തി ലൂയി 14. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് പറഞ്ഞത് ലൂയി 14. ലൂയി 14 കാലത്താണ് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് 1664 അന്നത്തെ ഭരണാധികാരിയായിരുന്നു ലൂയി 14. അറ്റ്ലാന്റിക്കിനെയും മെഡിറ്ററേനിയനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ലൂയി 14 കാലത്ത് നിർമ്മിച്ച കനാലാണ് ലോങ്ഡോക്ക് കനാൽ. അറ്റ്ലാന്റിക്കിനെയും മെഡിറ്ററേനിയനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ലൂയി 14 കാലത്താണ് ലോങ്ഡോക്ക് കനാൽ നിർമ്മിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഭരണാധികാരിയായിരുന്നു ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട ഭരണാധികാരിയാണ് ലൂയി 16. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. 1789 ജൂൺ 20. ബാസ്റ്റിൻ കോട്ട പതനം 1789 ജൂലൈ 14. അപ്പം ബാസ്റ്റിൻ കോട്ട പതനം നടന്ന വർഷം 1789. 1789 എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് 1789 ജൂലൈ 14. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1789 ഓഗസ്റ്റ് 12. 1789 ഓഗസ്റ്റ് 12 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂലൈ 20. ബാസ്റ്റിൻ കോട്ട പതനം 1789 ജൂലൈ 14. അപ്പോൾ ഫ്രാൻസിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ജയിലായിരുന്നു ബാസ്റ്റിൻ കോട്ട പതനം. ഈ ബാസ്റ്റിൻ കോട്ട തകർത്ത ജൂലൈ 14 ഫ്രാൻസ് റിപ്പബ്ലിക് ആയ ശേഷം ഫ്രാൻസിൽ രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ റോബസ്പിയർ. ഫ്രാൻസ് റിപ്പബ്ലിക് ആയ ശേഷം ഫ്രാൻസിൽ രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനാണ് റോബസ്പിയർ. ഗില്ലറ്റിൻ യന്ത്രം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിരുന്ന ഭരണാധികാരിയായിരുന്നു റോബസ്പിയർ. 1793-94 കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഭീകരവാഴ്ച കാലമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുത്ത വർഷം
1799 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുത്തു. 1804 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി. സാമ്പത്തിക രംഗം പരിഷ്കരിക്കുന്നതിന് വേണ്ടി നെപ്പോളിയൻ ഫ്രാൻസിൽ ആരംഭിച്ച സാമ്പത്തിക നയം അറിയപ്പെടുന്നത് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്നാണ്. അപ്പോൾ സാമ്പത്തിക രംഗം പരിഷ്കരിക്കുന്നതിന് വേണ്ടി നെപ്പോളിയൻ ഫ്രാൻസിൽ ആരംഭിച്ച സാമ്പത്തിക നയം കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്നറിയപ്പെടുന്നു. ഇത് നെപ്പോളിയൻ്റെ ഇംഗ്ലണ്ടിനെതിരെ ആരംഭിച്ച വാണിജ്യ നയമെന്നും അറിയപ്പെടുന്നുണ്ട്. 1805 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം, ട്രഫാൽഗർ യുദ്ധം. 1805 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് ട്രഫാൽഗർ യുദ്ധം. അപ്പോൾ ബ്രിട്ടനെതിരെ നെപ്പോളിയൻ നടത്തിയ യുദ്ധമായിരുന്നു ട്രഫാൽഗർ യുദ്ധം. 1815 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. 1815 നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം. അപ്പോൾ അതാണ് ആർതർ വെല്ലസ്ലിയാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. ഈ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം സെൻറ്റ് ഹെലേന ദ്വീപിലേക്ക് പലായനം ചെയ്തു. 1821 നെപ്പോളിയൻ മരണമടഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ. ഫ്രാൻസിൻ്റെ പൊതുകടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നെപ്പോളിയൻ സ്ഥാപിച്ച ഫണ്ട്, സിങ്കിങ് ഫണ്ട്. ഫ്രാൻസിൻ്റെ പൊതുകടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നെപ്പോളിയൻ സ്ഥാപിച്ച ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിൽ നെപ്പോളിയൻ സ്ഥാപിച്ച ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയൻ. ഞാൻ ജയിച്ച 40 യുദ്ധങ്ങളല്ല, നിയമസംഹിതയാണ് തൻ്റെ പ്രശസ്തി എന്ന് ഉദ്ഘോഷിച്ചത് നെപ്പോളിയൻ. താൻ ജയിച്ച 40 യുദ്ധങ്ങളല്ല, തൻ്റെ നിയമസംഹിതയാണ് തൻ്റെ പ്രശസ്തി എന്ന് ഉദ്ഘോഷിച്ചത് നെപ്പോളിയനാണ്. ഫ്രാൻസ് അല്ല, നെപ്പോളിയനാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞത് തലേറ. ഫ്രാൻസ് അല്ല, നെപ്പോളിയനാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞത് തലേറ. നെപ്പോളിയൻ രൂപം കൊടുത്ത ഫ്രഞ്ച് ഗവൺമെൻറ് കോൺസുലേറ്റ് എന്നറിയപ്പെടുന്നു. നെപ്പോളിയൻ രൂപം കൊടുത്ത ഫ്രഞ്ച് ഗവൺമെൻറ് കോൺസുലേറ്റ് എന്നറിയപ്പെട്ടു. ഓർഡർ ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. ഓർഡർ ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ച രാജ്യം ഇംഗ്ലണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം നൽകിയ തത്വചിന്തകന്മാർ വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം നൽകിയ തത്വചിന്തകന്മാരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ തത്വചിന്തകനാണ് വോൾട്ടയർ. ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ തത്വചിന്തകൻ വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് റൂസോ രചിച്ച സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ സോഷ്യൽ കോൺട്രാക്റ്റ് രചിച്ചത് റൂസോ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നാണ് റൂസോ അറിയപ്പെടുന്നത്. റൂസോ ആണ്. നിയന്ത്രിത രാജവാഴ്ച, ജനാധിപത്യം, റിപ്പബ്ലിക്കൻ ഭരണം എന്നീ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ദാർശനികൻ മോണ്ടസ്ക്യൂ. നിയന്ത്രിത രാജവാഴ്ച, ജനാധിപത്യം, റിപ്പബ്ലിക്കൻ ഭരണം എന്നീ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ദാർശനികനായിരുന്നു മോണ്ടസ്ക്യൂ. നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം രചിച്ചത് മോണ്ടസ്ക്യൂ. റിഫ്ലക്ഷൻ ഓൺ ദി റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന പുസ്തകം രചിച്ചത് എഡ്മണ്ട് ബർഗ്.
ഫ്രഞ്ച് വിപ്ലവത്തെ ന്യായീകരിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവത്തെ ന്യായീകരിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് തോമസ് പെയിൻ. ദരിദ്രരായ കർഷകരുടെ പ്രവർത്തനങ്ങളെക്കാൾ അസംതൃപ്തരായ ഇടത്തരക്കാരുടെ പ്രകോപനങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമെന്ന് രേഖപ്പെടുത്തിയത് വിൽ ഡ്യൂറന്റ്. ദരിദ്രരായ കർഷകരുടെ പ്രവർത്തനങ്ങളെക്കാൾ അസംതൃപ്തരായ ഇടത്തരക്കാരുടെ പ്രകോപനങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് എന്ന് രേഖപ്പെടുത്തിയത് വിൽ ഡ്യൂറന്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.